ഇതൊരു ബെഡ്റൂം അല്ലേ? ഈ ബെഡ്റൂമൊക്കെയുള്ള വാതിലിനെ വിചാരിക്കണോക്കിയാ പുറത്താണ് നിൽക്കണത്. ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ ഡോറ് ഇവിടെ തുറക്കും ഉണ്ടോ? ഏതൊരു ചങ്ങായിക്കും ഇത് കണ്ടാൽ മനസ്സിലാവൂലേ? ചങ്ങായിമാരെ ഒരു അടിച്ചുപൊളി വീടും വെറൈറ്റി വർക്കും കാണിച്ചു തരാൻ വേണ്ടി ഇപ്പോൾ നിങ്ങളെ സമയം ഒരിക്കലും വേസ്റ്റ് ആവില്ല. പിന്നെ ഞങ്ങളെ വർക്ക് ഈ വീടിൻ്റെ അപ്സ്റ്റെയറിലാണ്. ടോട്ടലി ഒരു വെറൈറ്റി വീടായ സ്ഥിതിക്ക് തുടക്കം മുതൽ കാണിച്ചു തരാം. ഇങ്ങോട്ടൊക്കെയാ നീളത്തിൽ കിടക്കുന്ന വീടാ കേട്ടോ. ഫ്രണ്ടിൽ തന്നെ വഴിയുണ്ട്. അവിടുന്ന് നേരെ കയറുന്ന പോർച്ചുക്കാണ്. പക്ഷേ ഈ ഭൂമി നിൽക്കണം അങ്ങനെ തട്ടായ ഒരു ഭൂമിയെ ക്ലൈൻറ്റും എഞ്ചിനീയറും എങ്ങനെ സെറ്റപ്പ് ആക്കി എന്നുള്ളതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. ഇങ്ങോട്ടൊക്കെയാ രണ്ടാമത്തെ സ്റ്റെപ്പാണ് കാണുന്നത്. ഇവിടെ കറക്റ്റ് മണ്ണിങ്ങനെ മുകളിൽ ഇടിഞ്ഞ് വീഴാതൊക്കെ വേണ്ടിയിട്ട് കറക്റ്റ് കെട്ടി ബീമും ബെൽറ്റൊക്കെ കൊടുത്തിട്ട് കറക്റ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിന് കറക്റ്റാക്കിയിട്ട് നോക്കിയാൽ ഇത് പോർച്ച് അപ്പുറത്തൊക്കെയാ. പിന്നെ ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ കയറി പോകട്ടോ. അപ്പോൾ റോഡുമെന്ന് വണ്ടി നേരെ ഈ പോർച്ച് കയറും. അപ്പോൾ അവിടെ കഴിഞ്ഞില്ലേ? ഇനി ഇവിടെ നിന്നിട്ട് സ്റ്റെപ്പ് ഉണ്ടിക്കോളി. അപ്പം പോർച്ചിൽ ഇതാ ചേരി കൂട്ടിയിട്ടുണ്ട്. അവിടെ നോക്കണ്ട, മഴക്കാലല്ലേ. പക്ഷേ ഇതിൻ്റെ സെറ്റപ്പ് ഒക്കെ റൂഫ് വയ്ക്കുക ഫുള്ള് ട്രസ്സാണ്. ഒരു പട്ടികമ്പൽ സീലിങ്ങിൻ്റെ ഓടി വിത്ത് മണ്ണിൻ്റെ ഓടും വിരിച്ചിട്ടുണ്ട്. എന്താ സൂപ്പർ ട്രസ്സ്. ഇത് ഇങ്ങനെ നീളത്തിൽ പോകട്ടോ. കാണിച്ചു തരാതാ. ഒന്നാമത്തെ സ്റ്റെപ്പ് കയറി എന്തൊക്കെയാ ചെറിയൊരു ലാൻഡിങ്. രണ്ടാമത്തെ സ്റ്റെപ്പ് കയറി ലാൻഡിങ്. മൂന്നാമത്തെ സ്റ്റെപ്പ് അങ്ങോട്ട് കയറുകയാണ്. ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയാനും കാണാനും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് പറഞ്ഞോളി. നമ്മളില്ലേ ഇതൊക്കെ തന്നെയല്ലേ നമ്മളെ പണി. ഇതാണ് വീടിൻ്റെ ലിവിങ് കേട്ടോ. ഈ ലിവിങ്ങിൽ നിന്ന് നമ്മൾ വന്ന വഴി ഒന്നും പാടെ കാണിച്ചു കൊടുത്താൽ എന്തൊക്കെയാ ഫ്രണ്ടിലെ റോഡ്, പോർച്ച്, പോരാത്തിന് പോർച്ചിൻ്റെ റൂഫ്, അതിൻ്റെ മുകളിൽ എ ടൈപ്പ് ഡ്രസ്സ് ഇങ്ങനെ പരന്ന് കിടക്കുക. ഇവിടെയൊക്കെ സോഫ ഇടുമല്ലോ സെറ്റ്. പിന്നെ എന്ന് പറഞ്ഞാൽ മെയിൻ ഡോർ 8 ഇഞ്ച് വീതി. അതിൽ ഫുള്ള് സിമെൻറ്റൊക്കെ നിറച്ച് സൂപ്പറാക്കിയിട്ടുണ്ട്. പിന്നെ വീടിൻ്റെ ഉള്ളിൽ മൊത്തം ജിപ്സം പ്ലാസ്റ്റർ വരാനുള്ളതാണ്. ഇതാണ് ലിവിങ്. ഇവിടെയൊക്കെ സോഫ വരും കേട്ടോ. ഈ ലിവിങ്ങിൽ നിന്ന് ഹാളിലേക്ക് പോണ വഴി അല്ലേ, അത് കുറച്ച് ടാസ്ക്കാണല്ലേ. ഏകദേശം ഒരു 5-8 കോണി കയറണം കേട്ടോ. പക്ഷേ ക്ലൈൻറ്റ് എന്താ പറഞ്ഞറിയോ, കോണി എന്ന് പറഞ്ഞാൽ ഇതാപോലെ പണി. ടൈലും പണി അവിടെയൊക്കെ ഡബിൾ പട്ട ഒട്ടിച്ച് മിനിക്ക് അതിൻ്റെ അടിയിലൊക്കെ ലൈറ്റ് എടുക്കും. അപ്പോൾ അവിടെ നിങ്ങൾ കയറി വരുമ്പോൾ എന്താവും ലൈറ്റ് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും അടിച്ചാ. പിന്നെ ഈ കാണുന്നതാണ് ഈ വീടിൻ്റെ വിശാലമായിട്ടുള്ള ഹാള്. ഈ ഹാളിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഈ കാണുന്ന നടുമുറ്റത്തിലെ ഒരു 10 സെക്കൻഡ് കാണിച്ചോ, എന്നാൽ നഷ്ടം വരാല്ലേ. ഇങ്ങോട്ടേക്കാ നടുമുറ്റത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്താ വെച്ചാൽ തമിഴ്നാട്ടിലെ A ക്ലാസ് കൊത്തുപ്പണിക്കാരെ കൊണ്ടുവന്ന് കൊത്തിച്ച് ഈ കാണുന്ന 6 ഫില്ലർ. ഇങ്ങോട്ടേക്കാ ഏതാ കൊത്ത് ഇങ്ങോട്ടേക്ക് കൊത്തോക്കി ഇതാ സൂപ്പർ. എവിടെ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. അങ്ങനെ 6 എണ്ണം കൊടുത്തിട്ടുണ്ട്. ഇനി നടുമുറ്റത്തൊക്കെ ഇറങ്ങിയിരിക്കുകയാണെങ്കിൽ അതിക്ക് പറ്റിയ ചെറിയ ടൈല്, അതിക്ക് പറ്റിയ ചെടി, ഇതിൽ വീണ വെള്ളം പോകാൻ ഡ്രെയിനേജ്. പക്ഷേ ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, ചങ്ങല മൊത്തം നോക്കിയിട്ടില്ല. അത് ക്ലൈൻറ്റ് തേപ്പ് കഴിഞ്ഞേ നോക്കുള്ളൂ. അടിച്ചാ കാണിച്ചാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വായി ഉണ്ടെങ്കിൽ ഇത് കാണാൻ പറ്റും. പിന്നെ കുറേ ബടായി പറഞ്ഞിട്ട് കാര്യമില്ല. ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറഞ്ഞാൽ ഈ ഏരിയയിൽ എന്തൊക്കെ സൗകര്യം ഉണ്ട് അത് കാണണ്ടേ. വെറുതെ ബടായി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇതാണ് വീടിൻ്റെ കിച്ചന്. നല്ല സൗകര്യമുള്ള കിച്ചനാട്ടോ. പിന്നെ ഗ്രൗണ്ട് ഫ്ലോറിലൊക്കെ അറ്റാച്ച്ഡ് ബാത്റൂമുള്ള 2 ബെഡ്റൂം ഉണ്ട്. വലുതാണ്. ഒന്ന് അവിടെയും അങ്ങോട്ടൊന്നും പോകേണ്ട ഇരുട്ടാണ്. ഒന്ന് അതും. ഇത് കോമൺ ആണ്. ഇനി അവിടെ നിൽക്ക്. നമ്മൾ വന്ന വയ്യാതാക്കണേ. ഞാൻ എടുത്താ അവിടെ നിന്ന് കിട്ടുക. ആ താഴത്തുനിന്ന് കയറി ഈ ഗ്യാപ്പ് കൂടെ വന്ന് ഇവിടെ എത്തി. പിന്നെ ഈ കാണുന്ന സ്പേസ് എന്താണെന്നറിയോ, ഇത് അപ്സ്റ്റെയറിലേക്ക് കയറാൻ ഒരു സ്റ്റെയർ ഉണ്ടാക്കാൻ വേണ്ടി ഒഴിച്ചിട്ട ഫ്രീ സ്പേസ് ആണ്. ഇവിടെ നിന്ന് കണ്ട് മോൾക്ക് നോക്കിയാൽ ഇവിടെയൊക്കെ ഫുള്ള് ജാളി വരാനുള്ളതാണ്. പിന്നെ ഇവിടുത്തെ മണ്ണ് ഉറപ്പില്ലാത്ത മണ്ണായ സ്ഥിതിക്ക് നമ്മൾ അപ്ലൈ പറഞ്ഞിട്ടുണ്ട് ക്ലൈൻറ്റ് എത്രത്തോളം ഈ മണ്ണിനെ പരിപാലിക്കുന്നുണ്ടെന്നില്ല. ഇങ്ങോട്ടൊക്കെയാ ഇതാണ് റീറ്റെയിനിങ് വാൾ എന്ന് പറയും. കോൺക്രീറ്റിൻ്റെ ചുമര്. ആ മൂല തൊട്ടിട്ടുണ്ടോ, ഈ മൂല വരെ ഫുള്ള് കോൺക്രീറ്റിൻ്റെ ചുമരാ. ഇനി ഒന്നും ഇടിഞ്ഞു നോക്കില്ല. വേറെ സേഫ്റ്റിയാണ്. അപ്പോൾ അതും റെഡി, ഫുള്ള് സെറ്റ് കേട്ടോ. ഇനി നമ്മളെ പരിപാടി എന്ന് വെച്ചാൽ മോൾക്ക് പോകല്ലേ കുട്ടികളെ, നമ്മളെ മെഷീനൊക്കെ സെറ്റല്ലേ. വേറെ നോക്കി പുടുത്തം വിട്ട മഴ വരുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇന്നത്തെ പണി ഒരു 1.5 പണി കേട്ടോ. ഫുള്ള് കൊത്തിപ്പൊളിക്കൽ 2 മെഷീനാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം മുകളിലെത്തിയിട്ടുണ്ട്. ഇങ്ങോട്ടൊക്കെയാ 2.25 മീറ്ററിൻ്റെ ഒരു സ്ക്വയറാണ് ഈ കാണുന്നത്. അടിയിൽ നിന്ന് ഇങ്ങനെ വന്നിക്കാണ്ട് ജാളി ഇവിടെ മുട്ടുമല്ലോ. പിന്നെ അതൊക്കെയാണ് ഈ കാണുന്ന ഏരിയയിൽ പറകോള കേട്ടോ. ഈ പറകോള നേരെ സ്ലേവിലേക്കാണ്ട് കയറിയിട്ട് ഇവിടെയൊക്കെ ഗ്ലാസ് വരും. അപ്പോൾ ഈ ഏരിയ സെറ്റ്. പിന്നെ എങ്ങോട്ടൊക്കെയാ ഈ വാതിലുണ്ട് കടന്നിക്കാണെങ്കിൽ ചെറിയൊരു വാൽക്കണി. ഇവിടെ ഹാൻഡ് റെയിൽ വരാനുള്ളതാണ്, ചാടാനൊന്നും പറ്റില്ല. ഓക്കെ, ഈ കാണുന്നതാണ് വീടിൻ്റെ മെയിൻ പാസേജ്. അപ്സ്റ്റെയറിലെ സൗകര്യം എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ 2 ബെഡ്റൂം 2 കോണിൽ, അതും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള. പിന്നെ ഈ വിൻഡോ ഉണ്ടോ, ഇത് അപ്സ്റ്റെയർത്തെ ഒരു പ്രത്യേക ആംബിയൻസ് കൊടുക്കുന്നുണ്ട്. ചായയും കടയ്ക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് കാണണമെങ്കിൽ കേട്ടോ, മെയിൻ വ്യൂ കാണണമെങ്കിൽ ഈ ഏരിയക്ക് വരണം. റൂഫ് നോക്കിയാ എന്താ സീലിങ്ങോടൊക്കെ മുറിക്കാൻ ഇട്ടിട്ടുണ്ട്. അതൊന്നും പ്രശ്നമില്ല. ഇവിടെ നിന്ന് എടുത്താ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഈ ഭൂമിൻ്റെ ഘടന, ട്രസ്സിൻ്റെ ഘടന മനസ്സിലാവും. കണ്ടോ, തട്ട് ഇങ്ങനെ കയറി വന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങോട്ട് കാണിക്കും. ഇവിടെ കണ്ടോ ഫുള്ള് സെറ്റപ്പായിട്ട് ഈ റൂം വരെ എത്തി. ഓക്കെ, ഇനി ഞങ്ങളെ വർക്ക് എന്താണെന്നുള്ളത് ക്ലൈൻറ്റ് പറഞ്ഞു. ഇവിടെ എന്താണ് സംഭവിച്ചത് മേലെ 2 ബെഡ്റൂമാണുള്ളത്. ഓക്കെ, നമ്മൾ ഈ പടവ് മൊത്തം കോൺട്രാക്ട് കൊടുത്ത് ആ സമയത്ത് നിങ്ങളോട് ഇല്ല. അപ്പൊ കോൺട്രാക്ട് കൊടുത്ത് അവര്
ഇന്ത്യക്കാരെ വെച്ചിട്ടായിരുന്നു പണി പണിയെടുത്തത്. എടുത്തിരുന്നത്. ആ പണി എടുത്തോടുത്ത് വന്നൊരു മിസ്റ്റേക്ക് ചെറിയ mistake ആണ്. ഈ ഇരുമ്പിന്റെ 2 ഡോറ് വാതിലുള്ളത് ഈ അപ്സ്റ്റേർത്തെ 2 ബെഡ്റൂമിലേക്കുള്ള 2 വാതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. ഈ റൂമിൽ വരുന്ന വാതിൽ അവിടെ വെച്ച് അവിടുത്തെ ഇവിടെ വെച്ച് അതിന്റെ തെളിവ് നോക്കിയാ ഇതാ ഈ റൂമിലേക്കുള്ള വിജാഗിരി വന്ന അവിടെ അറിയാം വാതിലിന്റെ പുറത്താണ് കണ്ടോ. ഇത് ഇനി എത്ര റിസ്ക് ഉണ്ടെന്ന് അറിയാം. പ്രത്യേകിച്ച് ഭീം അടിച്ചോണ്ടിട്ടാ പറഞ്ഞുതരാം. ഇതിന്റെ പുളിപ്പ് ഇങ്ങോട്ടാ വരിക. നമ്മൾ ചെറുങ്ങനെ ശ്രദ്ധിക്കാൻ മാത്രമല്ല ആരും ഇങ്ങനെ പുറത്തു കയറി ആരും വെക്കൂലല്ലോ. ശരീരം മണ്ടത്തരം അതൊക്കെയാണ് ഇന്ത്യക്കാരുടെ പ്രത്യേകത. ഇവിടെ വാ. ഇനി അടുത്തതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നമൊന്നുമില്ല. കാരണം വെച്ചാൽ ഈ വാതിൽ പങ്കിട്ട് വെച്ചാൽ മതി. ഇതിന്റെ സാധനം കണ്ടോ, ഇത് അടുക്കള ഡോറാ. ഇത് അവിടെ വന്നിട്ടാണെങ്കിൽ ചുമരുമ്പോ കറക്റ്റ് അല്ലേ ആ മൂല തട്ടിക്കും. അതേപോലെ ആ വാതിൽ ഇങ്ങോട്ട് വന്നിട്ടാണെങ്കിൽ ഈ ചുമരുമലാവും ഇതിന്റെ പൊളി വരിക. അവിടെ കുറച്ചൊരു കല്ല് ഏച്ചുവിട്ടേണ്ടി വരും. ഈ വർക്കിന്റെ റിസ്ക് എന്താന്ന് വെച്ചിട്ടാണെങ്കിൽ ഇത് പടവിന്റെ ഇടയിൽ വെച്ച വാതിൽക്കട്ടിലാണ്. ഇപ്പൊ ഇവിടൊക്കെ സൈഡ് പോലെ ഇതിന്റെ കൂടെ നിറച്ചിട്ടുണ്ടാവും. പക്ഷെ ഇതിന്റെ മുകളിൽ അങ്ങനെ നിറച്ചെന്നറിയോ, ഈ ലിൻഡിൽ അടിക്കുന്ന സമയത്ത് ആ കോൺക്രീറ്റ് തന്നെയാണ് ഇതിൽ നിറച്ചത്. അതുകൊണ്ട് ഇത് പെട്ടെന്നൊന്നും ഊരിയെടുക്കാൻ പറ്റില്ല, കുറച്ച് നയിപ്പന്നെ ഉണ്ടാവും. അപ്പം അതൊക്കെ പെട്ടെന്ന് സിമ്പിൾ ആക്കി ഊരിയെടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എക്യുപ്മെന്റ്സ് ഒക്കെയാ എല്ലാ സെറ്റപ്പുകളൊക്കെ വന്നേക്കുന്നു കേട്ടോ. ഇതാ അത് ഊരാൻ വേണ്ടി പോണേ, ഇത് ഊരാൻ വേണ്ടി പോണേ. പോരാത്ത ചായ ഒന്നാണ് അയ്യാ ജാഗിരി അലുവ നെയ്യപ്പം ലാസ്റ്റ് നടുമ്പറ്റം വെച്ചത്. ഇനി ഫുള്ള് പൊളിയാണ്. ഒച്ചം പൊളി നായട്ട സൈറ്റിൽ വരാൻ പോണ്. ഓക്കെ അല്ലേ, അവിടെ വരെ ഓക്കെ. അപ്പോൾ ഇതൊക്കെ ഈ മെഷീനും ഈ ചായയും കുടിച്ച് ഈ വർക്ക് ഞങ്ങൾ എങ്ങനെ ചെയ്യുന്നുള്ള വിഷ്വൽസ് ഉണ്ടായി. ഇത് പടവിന്റെ കൂടെ വെച്ചോണ്ട് കുറച്ച് നയിപ്പുണ്ടാവും. അപ്പോൾ ഈ അവസ്ഥയിൽ ഈ വാതിൽ എങ്ങനെ എടുക്കണം? ഈ ചുമര കണ്ടോ, ഫുൾ പ്ലെയിൻ ചുമരാണ്. ഇവിടെ കുറെ കൊത്തി പൊളിച്ചിട്ട് കാര്യമില്ല. എന്താ വെച്ചാൽ കുറച്ച് കൊത്തിപ്പൊളിയൊക്കെ ഉണ്ടാവും. ഇവിടെ അങ്ങോട്ട് പൊളിക്കുക. ഇവിടെ പൊളിക്കുമ്പോൾ ഈ ഏരിയ ഫ്രീ ആവും. അപ്പോൾ ഇതിന്റെ പിന്തല കാണാൻ പറ്റും. ഇതേ അളവ് തന്നെ പിന്തല ഇവിടെ ഉണ്ടാവുള്ളൂ. അങ്ങനെ എടുക്കട്ടോ. പിന്നെ നമ്മൾ തേച്ച് കണ്ടല്ലോ ഫ്രെയിമൊക്കെ എത്തരാ പോരെ. മുകളില് ബീം പൊട്ടിച്ചാണ്ട് ഏകദേശം വാതിലിന്റെ പൊടുത്തം വേർപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയുള്ള പൊടുത്തം എവിടെ നിന്നറിയോ, സാധനം പോരൂല. അത് ബാക്കി അവിടെ ചെറിയ പിന്തലല്ലേ, ഈ പിന്തല 5 ഇഞ്ച് അതേപോലെ ഇവിടെയും ഒരു ഓട്ടക്കുക, അവിടെ ഓട്ടക്കല് സാധനം മാറ്റിയാൽ പോരും. ഇനി നോക്കിയാ ഉള്ളിന്ന് പോകുന്ന നോക്കി ഇനി ക്രോസാക്കി വല്ല ഒന്നാമത്തെ ഡോറ് നമ്മൾ സിമ്പിളാക്കി എടുത്തിട്ടുണ്ട്. ഇതാ രണ്ടാമത്തെ കുത്തിപ്പൊളി തുടങ്ങി. ഓക്കെ ഓക്കെ. ഇതേ സിമെന്റ് നിറച്ചോണ്ടാണ് ഇത്രയും പാടെ കനം. ഇവിടെ ചുമരിനെ അടുപ്പിച്ച് തരുന്നോടത്ത് എന്ത് ഗ്രൈൻഡർ വെച്ചുകൊണ്ട് ഈ തള്ളിക്കണ സിമെന്റ് ഒക്കെ കട്ട് ചെയ്യാം വിത്തൗട്ട് ക്ലാമ്പ്. ക്ലൈന്റിനെ സാക്ഷി നിർത്തിയിട്ട് നമ്മളെ റിസ്ക് ഉള്ള 2 വാതിൽ ഇൻഡലൊക്കെ പൊട്ടിച്ചുകാണ്ട് അപ്പുറപ്പുറമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ നെക്സ്റ്റ് പരിപാടി എന്താ വെച്ചാൽ വെക്കാൻ വേണ്ടി പോട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ചുമര വയ്ക്കുകയാണ്. ഇത് ഡിസൈനും ഇത് റൂമിന് ഉൾവാകല്ലേ, ഇവിടെ മൊത്തം തേപ്പ് വരും. അപ്പം നമ്മൾ ഈ വാതിൽ വെച്ചിരിക്കുകയാണെങ്കിൽ ഏകദേശം ഈ മറിമെന്ന് 90 എത്തുള്ളൂ. ഒരടിൻ്റെ ഗ്യാപ്പ് ഉണ്ടാവും. ആ ഒരടിൻ്റെ ഗ്യാപ്പ് ഫില്ല് ചെയ്യേണ്ടി നമ്മളെ കടമയാണ്. പണിക്കാർ എന്നുള്ള നിലയിൽ സൈറ്റിൽ പല ഉണ്ടായ സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യും, 2 സൈഡിൽ പല അടിച്ചുകാണ്ട് കോൺക്രീറ്റ് നടത്താൻ നമ്മളെ പരിപാടി പെട്ടെന്ന് തീരും. പക്ഷേ ഈ ഡിസൈൻ അത് ബാധിക്കും. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് ഏതായാലും സമയം ഇഷ്ടം പോലെ ഉണ്ട്. നാളെ വലിയൊരുന്നാളൊന്നല്ലല്ലോ. ആ സ്ഥിതിക്ക് എന്ത് ചെയ്യാന്നറിയോ, ഈ കല്ല് ഇതിപ്പോ മുറിയായില്ലേ, ഇത് ഫുൾ കല്ലായിരുന്നു ആദ്യം. ഇത് എടുക്കുക ഇതൊക്കെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തരാ ഇതേപോലെ ഏകദേശം ഒരു ലെവലിൽ ഗ്രൂഡിൽ പഠിത്തരാം. അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഏകദേശം പോകുന്നതിന് കട്ടില ചുമരുമേലെ മുട്ടിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഈ തുറച്ച് നിൽക്കുന്ന സിമെന്റ് മറി ചേർത്ത് കട്ട് ചെയ്യാൻ വേണ്ടി പോട്ടോ. ഗ്രൈൻഡ് ചെയ്തതിന് ശേഷമുള്ള ഫിനിഷിംഗ് ഒക്കെയാണ് ഈ വക്ക് തമ്മിൽ ബറാബറാക്കിട്ടോ. പിന്നെ ഇത് ഉളി ആമറെടുത്ത് കണ്ട് കുത്തുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഈ നിറച്ച കോൺക്രീറ്റ് ഇവിടെയും അവിടെ ഒക്കെ ഏറെ മാറും. അപ്പൊ അത് ഗ്രൈൻഡ് ചെയ്തോണ്ട് ഉഷാറായി. പിന്നെ ഈ ബാക്കിയുള്ള ചെറിയ ഗ്യാപ്പിലൊക്കെ എന്ത് ചെയ്യുക, നല്ല വെള്ളം നനച്ചുകാണ്ട് എന്ത് ചെയ്യുക, സ്ട്രോങ് സിമെന്റ് ഇതാ ഇതിനുള്ളിൽ കണ്ട് നിറയ്ക്കുന്നുണ്ടത്. കാരണം സൂപ്പറാക്കി നിറച്ച് ചുമരുമ്പലും ഒതുക്കിയിട്ട് നമ്മൾ വെക്കുള്ളൂ. പോട്ടെ അവിടെ പൊളി അങ്ങോട്ട് തരാം. ഉള്ളിക്കാണ് കയറ്റിയ. അയ്യോ ഒന്നും വേടേ ഉണ്ടോ തെറ്റല്ലേ.
അവരെ അത് മതി 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 ഓക്കെ ഇപ്പൊ തേപ്പനം നോക്കിയാ പേപ്പറുണ്ട് കേട്ടോ. കറക്റ്റ് ആണ്. അതേപോലെ എന്താ ചെയ്യാ മുകളിൽ ഇരിക്കണ്ടേക്കാ മുകളിൽ പൈസ ലെവലുണ്ടോ നമുക്ക് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാം. മുകളിൽ അങ്ങോട്ട് വരട്ടെ. സംഭവം കിട്ടൂലേ? ഓക്കെ അങ്ങനെ റെഡി. ഇനി എന്താ റെഡി. ഒന്നാമത്തെ കല്ലിനെ ബുദ്ധിമുട്ടുള്ളൂ, കാരണം വാതിലിന്റെ ചകണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ സെറ്റാക്കും. തൂക്കത്തിൽ നിന്ന് കള്ളത്ര കണ്ടിട്ടില്ല, കാരണം ഇത് ബിരിയാണിയാണ്. ഇതാണ് നമ്മുടെ ഗ്രൂവിന്റെ അളവ്. അപ്പൊ ആ ഗ്രൂ തന്നെ എന്ത് ചെയ്യാം, അടുത്ത സിമെന്റ് വെച്ചതാ. അങ്ങനെയാണ് പരിപാടി. ഇത് വെക്കുക. ഇവിടെ നിങ്ങട്ടുള്ള അളവാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഗ്രൂവിന്റെ ഗ്യാപ്പ് ഉണ്ടാവും കേട്ടോ. ഓക്കെ. ലാസ്റ്റ് പീസാണ്. നീ കണ്ടില്ലാറണ്ട. ബിരിയാണി ചൂടാറണ്ട, നോക്കി ബിരിയാണി മുകളിൽ കയറ്റിക്കാളി. അയവ ഈ മുറിക്ക് ഗ്രൂവിനുള്ള ഗ്യാപ്പ് ഇല്ല, ഒരൊറ്റ ഇഞ്ചും പാടെ പോണം. അപ്പൊ നമ്മളെ കല്ല് കട്ടിങ് എങ്ങനെയാന്നുള്ളതാണ് കണ്ടാളി. മെഷീൻ പൊടിയാണ്, മെഷീൻ പൊടി. കല്ല് ഉള്ളിലേക്ക് ഇങ്ങോട്ട് കയറ്റി വെക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ആണ്, കാരണം നല്ല കാനാട്ട മെഷീൻ കല്ല് എന്ന് പറഞ്ഞാൽ ഇതാ. അപ്പൊ അതിനുണ്ടൊക്കെയാ കറക്റ്റ് ഗ്രൂ ഒരു ഒന്നാന്തരം സ്ട്രോങ് എടുത്തിട്ട് വാതിലിന്റെ കരപ്പൊടി ഇങ്ങോട്ടേക്കാ ഏതാ വാതിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലുള്ള ചുമരുമലൊക്കെ ഗ്രൂ ഉണ്ടല്ലോ, ആ ഗ്രൂ എങ്ങനെയാണ് സെറ്റ് ചെയ്യലെന്നുള്ള ടെക്നിക്കും കൂടെ കാണിച്ചു തരാം. സിമെന്റ് ഇതാ കൈകൊണ്ട് എടുക്കുക, ഇതേപോലെ എല്ലാ ഇടയിലും വാരി തേമ്പുക, കറക്റ്റ് വാരി തേമ്പുക. അങ്ങോട്ടേക്ക് ഫട്ടാഫട്ട് പണി കേട്ടോ. ഇങ്ങനെ വാരി തേമ്പുക, എത്ര പെട്ടെന്ന് അറിയണ്ടത്. ഇത് അങ്ങനെ വാരിപ്പൊത്തൽ, എൻ്റെ പേര് മലയാളത്തിൽ വാരിപ്പൊത്തൽ എന്ന് വേണം പറയും. ഇങ്ങനെ ഉണ്ടാക്കിയതിന് ശേഷം ഇപ്പം എല്ലാ ഏരിയയിലും എന്താ ഇങ്ങനെ അടച്ചു നിൽക്കുക. ഇതാണ് നമ്മളെ ഗ്രൂവിൻ്റെ അളവുണ്ടായിരുന്നത്. അപ്പോൾ അതിനോണ്ട് തന്നെ എന്ത് ചെയ്യുന്നറിയോ, ഇങ്ങനെയുള്ള ഏരിയയിലൊക്കെ ഇതേപോലെ ഇങ്ങനെ ചാലാക്കുക. ഏകദേശം 1 സെൻറ്റ് ഉള്ളിൽ പോയിക്കോട്ടെ. ഇവിടെ ഉള്ളത് ഇങ്ങനെ നീളത്തിലാക്കുക. എന്താ ഇതിങ്ങനെ നീളത്തിലാക്കുക കേട്ടോ. പിന്നെ ഇങ്ങോട്ടുള്ളത് ഇങ്ങനെ താഴത്തേക്കാക്കുക. സിമ്പിൾ പരിപാടി. നമ്മൾ സാധാ മതിൽ കെട്ടുന്ന സമയത്ത് ഇത് ചെയ്താൽ നമുക്ക് സമയം കൂടുതൽ പോവില്ല, എന്നാലോ പണി കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും കാണാൻ. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ, അങ്ങനെയൊക്കെ വടിച്ചതിന് ശേഷം ബ്രഷ് എടുക്കുക. ബ്രഷ് വക്കത്തിൽ വെള്ളത്തിൽ മുക്കി കറക്റ്റ് ഫിനിഷ് ആക്കിയതിന് ശേഷം എന്താ നടക്കുക, ബ്രഷ് കൊണ്ട് ഇങ്ങനെ ആക്കുക. ഞാൻ എൻ്റെ ഫിനിഷിങ് നോക്കിയോളി. ഇതാണ് ഗ്രൂ ഡിസൈൻ. വാതിലെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇവിടെ ഏകദേശം ഒരു 1.5 ഇഞ്ചോളം ലിൻഡൽ പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ കമ്പിയൊക്കെ ഇതാ കാണുന്നത്. ഒരു റിങ് ഇവിടെ ഉണ്ട്, കമ്പി സ്ട്രെയിറ്റ് പോകുന്നുണ്ട്. അപ്പോൾ ഇതും പാടെ ക്ലോസ് ചെയ്യണം. ആ ടെക്നിക്കും പാടെ കാണിച്ചു തരാം. ആദ്യം ഇതിൻ്റെ ഉള്ളിലത്തെ അളവ് വെക്കാം. ഇതിൻ്റെ ഉള്ളിലെ അളവ് 1 മീറ്റർ കറക്റ്റ് ഉണ്ട്. അപ്പോൾ ക്ലൈൻ്റ് ഇതാ ഒരു പലക ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇതാ എത്ര ഉണ്ട്, കറക്റ്റ് 1 മീറ്റർ ആണ്ട് മുറിക്കുക. ഈ ലിൻഡൽ പൊട്ടിച്ച് ഏരിയ എന്ന് പറഞ്ഞാൽ ഏകദേശം 1.5 ഇഞ്ചോളം കനം പിടിപ്പിക്കാണ്ട് പലക വെച്ചു, വെള്ളം നനച്ചു, സ്ട്രോങ് അടിച്ചു. വേണമെങ്കിൽ കൈകൊണ്ട് വാരി പൊത്തിയാൽ 1.5 ഇഞ്ചോടെ നിൽക്കും, പലയിടത്താലും പോകുന്നില്ല. പക്ഷേ നമ്മുടെ അടുത്ത് ഐറ്റമിൻ്റെ കമ്പിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാന്നറിയോ, ഈ വാതിലിൻ്റെ മുകളിൽ ഏകദേശം 1 ഇഞ്ചിൻ്റെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു, അപ്പുറത്തെ കടച്ചു കഴിഞ്ഞാണ്. അപ്പോൾ ഒരു കമ്പി നേരെ എന്ത് ചെയ്യുക, നേരെ ക്രോസാക്കി ഇങ്ങനെ വെച്ചിട്ട് ഒരു വലിയ കമ്പി എടുത്തുകൊണ്ട് വെറുതെ ഏതാ ഇങ്ങോട്ട് കയറ്റി കല്ലുമ്പോൾ കണ്ട് കയറ്റി ഇങ്ങനെ വെച്ചുകൊണ്ട് അടച്ചിക്കുകയാണെങ്കിൽ സംഭവം സൂപ്പറായി. ക്ലൈൻറ്റ് ഞങ്ങൾ രാവിലെ ഏൽപ്പിച്ച വർക്കായിരുന്നു. ആ കാണുന്ന റൂമിൻ്റെ കട്ടിൽ ഇങ്ങോട്ടും ഈ കട്ടിൽ അങ്ങോട്ടും അത് അതേപോലെ ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്കിയാൽ കണ്ടോ, ഈ റൂമിൻ്റെ വിജാഗിരി ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നേരെ വാതിൽ ഇവിടെ തുറന്നേക്കാൻ പറ്റും. ഇനി ഇങ്ങോട്ട് വാ, എല്ലാ പണിക്കും സൊല്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞു തരികയാണ്. പിന്നെ ഈ വാതിലിൻ്റെ ലിൻഡൽ പൊട്ടിച്ച് ഏരിയുണ്ടല്ലോ, ഇവിടുത്തെ പലകയില്ലാത്ത അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇതാ ഫുള്ള് ഇങ്ങനെയൊക്കെ വെച്ച് കണ്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇതിന് രാവിലെ എടുക്കാൻ മാത്രമേ ഉള്ളൂ. അതേപോലെ എവിടെ നോക്കിയാൽ ഫുള്ള് സെറ്റായി. ഇതിൻ്റെ വാതിൽ ഇപ്പോൾ എങ്ങോട്ടാ തുറക്കുന്നത് ഇതാ വിജാഗിരി വയ്ക്കുക. ഈ വിജാഗിരി ഇങ്ങോട്ട് അടുപ്പിച്ചേക്കും. പിന്നെ നമ്മളെ ചുമരൊക്കെ ഗ്രൂട്ട് ഇവിടെയൊക്കെ അടച്ച് ഫുൾ സെറ്റാക്കി. ഇനി ഇതിപ്പം തേപ്പുള്ള ചുമരാണെങ്കിലും പ്രശ്നമുള്ള കാര്യമില്ല, അതേപോലെ തേച്ച് റെഡിയാക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളെ മുതലാളി ആരാ അതിൽ പോയി പറഞ്ഞാൽ വർക്ക് എങ്ങനെ ഉണ്ട്, ഇഷ്ടപ്പെട്ട് അറിയും. ഞങ്ങളെ പണി എങ്ങനെ ഉണ്ട്, സൂപ്പറല്ലേ? ഇങ്ങനെ ആക്കിയാൾ അയ്യോ. അപ്പോൾ വൈൻഡപ്പ്.